അതിപ്പോൾ വേറൊരു രീതിയിൽ വന്നിരിക്കുന്നു. എനിക്ക് തോന്നണത് ഇന്നലത്തെ മാതിരി കണ്ണിങ്ങനെ കാണിക്കുന്നുണ്ട്. നോക്കാം നമുക്ക്. ഈശോ കണ്ണിൻ്റെ ഒരു ചായ പോലെയാണ് എനിക്ക് തോന്നണത് കേട്ടോ. ആയി വരുന്നതേ ഉള്ളൂ. ഈശോയെ കണ്ണ് തുറക്കണം കേട്ടോ. ഞങ്ങളുടെ നേരെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തുറക്കുകയും കാരുണ്യം ഞങ്ങളിൽ പൊഴിക്കുകയും ചെയ്യണം കേട്ടോ. ആ തിരരക്തത്തിൻ്റെ കളറൊക്കെ മാറിയതുകൊണ്ട് വേറൊരു രൂപത്തിലല്ല ഇരിക്കുന്നത്. വേറൊരു ഇതാണ്. എന്താണെന്ന് എങ്ങനെയാ പറയാ? പ്രഖ്യാമോ കണ്ണായി വരുന്നുണ്ട്. കണ്ട എൻ്റെ ഈശോയുടെ കണ്ണ്. I love you, Lord, beyond what I can express in the words. ഒത്തിരി സ്നേഹിക്കുന്നു ഈശോയെ. എൻ്റെ സർവശക്തിയാലും ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു. അതും പോയി. ഇത് കാണുന്ന എല്ലാ ആൾക്കാരുടെ ആവശ്യം മിറക്കുലസായിട്ട് നടത്തി കൊടുക്കണമേ. അവരുടെ നിയോഗങ്ങളെല്ലാം അങ്ങേ സന്നിധിയിൽ ഈ അരളിക്കയിലേക്ക് ഇപ്പം ഞാൻ സമർപ്പിക്കുന്നു കർത്താവേ. പ്രത്യേകിച്ച് ഈ വീഡിയോ കാണുന്നതും എൻ്റെ പ്രയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർ, വാട്സപ്പ് പ്രയർ ഗ്രൂപ്പ് മിറക്കിൾസ് ആൻഡ് ഹീലിങ്സിലുള്ള ആൾക്കാരെ സമർപ്പിക്കുന്നു. അവരോരോരുത്തരും ഇടുന്ന എല്ലാ പ്രാർത്ഥനകളും ആ ഗ്രൂപ്പിൽ ഇടുന്നത്, റിക്വസ്റ്റ് ഇടുന്നതെല്ലാം നടത്തി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ നിയോഗങ്ങളും അങ്ങേ സന്നിധിയിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ. അങ്ങെല്ലാം അറിയുന്നുണ്ടല്ലോ. അങ്ങയുടെ സമയത്തിനായിട്ട് ഞാൻ കാത്തിരിക്കുന്നു കർത്താവേ. ഉയ്യോ, അതാ കുഞ്ഞാടുണ്ട്, കണ്ണുണ്ട്, എല്ലാം ഉണ്ട്. കുഞ്ഞാടിൻ്റെ മുഖം ദേ കാണുന്നുണ്ടോ നിങ്ങൾ? അതിങ്ങനെ മൂവ് ചെയ്താണെങ്കിൽ എനിക്ക് തോന്നി കേട്ടോ. വേറെ ഇപ്പം വെള്ള കളറാണ്. നേരത്തെ ഒക്കെ കറുത്ത പോലല്ലേ ഇരുന്നത്. അയ്യോടാ, മേഘത്തിൻ്റെ നടുക്കാട്ടോ. മേഘം ഇങ്ങനെ മുകളിൽ നിൽക്കുന്നു. അയ്യോ, എത്ര മനോഹരമാണ് ഈശോയെ. അങ്ങ് എൻ്റെ ഈശോ ആണല്ലോ. ഇത് കാണുന്ന എല്ലാവരെയും ഈ കുഞ്ഞാട് അനുഗ്രഹിക്കട്ടെ. കുഞ്ഞാടിൻ്റെ തിരുരക്തത്താൽ കഴുകട്ടെ. വിശുദ്ധ ജീവിതത്തിലേക്ക് കള്ളുകൂടി മാറാൻ വേണ്ടി ഒത്തിരി പേര് നിയോഗം ഇട്ടിരുന്നു. അവരുടെ എല്ലാം കള്ളുകൂടി മാറ്റണം. മക്കൾക്ക് ജോലി വേണം. മാനസികാസ്വാസ്ഥ്യമുള്ള അവരുടെ ആൾക്കാരെല്ലാവരും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സൂസി ഓപ്പറേഷൻ ചെയ്ത് കിടക്കുന്നു, അതിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു കുഴപ്പം ഇനി ഉണ്ടാകാതിരിക്കട്ടെ. ക്യാൻസർ രോഗികളെ സമർപ്പിക്കുന്നു. ജോലിയില്ലാത്തൊരു സമർപ്പിക്കുന്നു. നാളെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ജിറ്റ്സിനെ സമർപ്പിക്കുന്നു കർത്താവേ. ജോലി കൊടുക്കുന്നതിനായിട്ടും നന്ദി പറയുന്നു ഈശോയെ. ഓ ഈശോയെ, ഇത് കണ്ടോ മക്കളെ? തലേൻ്റെ അവിടെ മാത്രം ഇങ്ങനെ, ഞാനിപ്പോൾ എങ്ങനെ മാറ്റി പിടിച്ചാലും അങ്ങനെ തന്നെ കാണുന്നത് കേട്ടോ. എല്ലാം വെളുത്തിട്ടിരിക്കുന്ന, ഇതുവരെ ഇങ്ങനെ വെള്ളയായിട്ടുള്ള ഒരു കുഞ്ഞാടിനെ കണ്ടിട്ടില്ല. തലേൻ്റെ അവിടെ മാത്രം എത്ര കറുത്തിട്ടിരിക്കുന്നില്ലേ. ഓ, ഇവിടെ മാത്രം എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ് നോക്കിയേ. ഇതൊക്കെ കണ്ടോ? ഇത് മേഘത്തിൻ്റെ പാളികൾക്കകത്താണ് ഈ കുഞ്ഞാടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ബൈബിളും ഉണ്ട് അടിയിൽ. എൻ്റെ ഈശോയാ ഇത്, എൻ്റെ ഈശോയാ. ഞാൻ മരിച്ച് മേളിൽ ചെല്ലുമ്പോൾ എന്നെ ഈശോ റെക്കഗ്നൈസ് ചെയ്യില്ല നിങ്ങളെ ഓരോരുത്തരെയും. സെയിൻറ്റ് ഫൗസ്റ്റീനോട് പറഞ്ഞു, നീ മരിച്ച് നീ സ്വർഗത്തിൽ വരുമ്പം ഞാൻ പിതാവിനെ നിന്നെ പരിചയപ്പെടുത്തും. എൻ്റെ കരുണ പ്രചരിപ്പിച്ച ആളാണെന്ന്, കരുണയുടെ അപ്പോസ്തലയാണെന്ന്. അങ്ങനെ നിങ്ങളെ ഓരോരുത്തരെയും ദൈവം ചെയ്യട്ടെ. നമ്മളെ എന്നെയും വണങ്ങാം.
ഹല്ലേലൂയ 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 ജീസസ്. ഓ, സന്തോഷമുള്ള ഒരു ദിവസമായിട്ട് എനിക്ക് തോന്നി ഇന്ന്. ഇതെല്ലാം കണ്ടു കഴിഞ്ഞപ്പം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ആനന്ദമാണ് ഹൃദയത്തിൽ ഇപ്പോൾ.